ഈ ഭാരതത്തിലെ ഒരുപാട് തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഒരു സംഘടനയാണ് RSS. അത് ഒരു മതേതര സ്വഭാവത്തോടു കൂടിയാണോ അത് നിൽക്കുന്നത് എന്നൊക്കെ അതിൻ്റെ മേൽ പലരും സംശയം ചൊരിയുന്നുണ്ട്. ഡോക്ടർ ജയപ്രസാദ് RSSനെ കുറിച്ച് ഗവേഷണം നടത്തിയിട്ടുള്ള ആളാണ്. 100 വർഷം ശതാബ്ദിയിൽ നിൽക്കുന്ന ഒരു സംഘടന കൂടിയാണ്. അതിനകത്തൊരു മതതീവ്രവാദം ഒന്നുമില്ലല്ലോ RSSനകത്ത്. അതെ, ഞാൻ RSSനെ കുറിച്ച് കേരള സർവകലാശാലയിൽ 1983 PhDക്ക് അന്ന് RSS ഇന്ത്യയിൽ അങ്ങനെ ഒരു ചർച്ചാ വിഷയമോ അങ്ങനെ വിമർശനപരമായി കേരളത്തിൽ അങ്ങനെ ഒരു മാധ്യമ ചർച്ചയ്ക്കൊന്നും RSS വിധേയമാകാത്തൊരു കാലഘട്ടത്തിൽ ഒരു രാഷ്ട്രമീമാംസാ വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തെക്കുറിച്ച് പഠിക്കണം. അതിന് പ്രധാനമായി അന്ന് ഞാൻ എടുത്തത് ഈ നമ്മൾ പൊളിറ്റിക്കൽ സയൻസിലൊരു വിദ്യാർത്ഥി ഒരു വെർജിൻ ആയിട്ടുള്ള ആരും പഠിക്കാത്തൊരു വിഷയം എടുക്കണം. അങ്ങനെയാണ് ഹിന്ദുത്വ രാഷ്ട്രീയം, അതുപോലെ അതിൻ്റെ ഉൽപ്പത്തി, അതിൻ്റെ RSS ആണ് ആ കാഴ്ചപ്പാട് എന്താണ്, അത് കേരള സർവകലാശാലയിൽ നിന്ന് ഇമ്പാക്റ്റ് ഓഫ് ഹിന്ദു നാഷണലിസം എ സ്റ്റഡി ഓഫ് RSS എന്ന് തന്നെയാണ് അതിൻ്റെ ടൈറ്റിൽ. അത് 89 എനിക്ക് PhD അവാർഡ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ PhD ചെയ്യുന്ന കാലഘട്ടത്തിൽ BJPക്ക് പാർലമെൻറ്റിൽ 2 സീറ്റേ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് ആ തരത്തിൽ ആ കാലഘട്ടത്തിലൊന്നും വലിയ വിവാദങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പഠനം നടത്തുന്ന സമയത്തൊന്നും എനിക്കൊന്നും ഒരു പ്രതിസന്ധിയോ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നീട് ജോലിക്ക് പോയപ്പോഴത്തേക്കും എനിക്ക് ഒരുപാട് പ്രതിസന്ധി ഉണ്ടായി. കാരണം നമ്മൾ ആ തരത്തിൽ നമ്മളോടുള്ള കാഴ്ചപ്പാട് മാറുകയുണ്ടായി. അപ്പോൾ നമ്മൾ സൂക്ഷ്മമായി പരിശോധിക്കുമ്പോൾ 1925 വലിയ പ്രചാരമൊന്നുമില്ലാതെ എളിയ രീതിയിലാണ് RSSൻ്റെ തുടക്കം, വളരെ ചെറിയ രീതിയിൽ. അപ്പോൾ നമ്മുടെ അന്നത്തെ സെൻട്രൽ പ്രോവിൻസ് എന്ന് പറയുന്ന നാഗ്പൂർ കേന്ദ്രീകരിച്ചിട്ട് ഡോക്ടർ ഹെഗ്ഡെവർ ഈ രാഷ്ട്രീയ സ്വയംസേവക സംഘം രൂപീകരിക്കുന്നത്. അപ്പോൾ അതിനൊരു മത സ്വഭാവത്തിലല്ല ആ സംഘടന രൂപീകരിച്ചത്. അങ്ങനെയാണെങ്കിൽ ഹിന്ദു സ്വയംസേവക സംഘം എന്ന് പറഞ്ഞിട്ട് അത് രൂപീകരിക്കണമായിരുന്നു. അപ്പം രാഷ്ട്രീയ എന്നുള്ളത് സംസ്കൃതത്തിലും ഹിന്ദിയിലും രാഷ്ട്രീയ കൊണ്ട് മീൻ ചെയ്യുന്നത് ദേശീയത എന്നുള്ള തരത്തിലാണ്. അപ്പം അന്ന് സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ശക്തമായ വിമോചന രാഷ്ട്രത്തിൻ്റെ സ്വാതന്ത്ര്യ സമര പ്രസ്താവന നടക്കുന്ന ഒരു കാലഘട്ടത്തിൽ അതിൽ പങ്കാളിയായ ആളാണ് ഡോക്ടർ ഹെഗ്ഡെവർ. അന്ന് കോൺഗ്രസിൻ്റെ നാഗ്പൂർ സമ്മേളനം നടക്കുമ്പോഴും 21 വോളണ്ടിയർ ക്യാപ്റ്റനായിരുന്നു അദ്ദേഹം. അദ്ദേഹം മെഡിസിൻ പഠിച്ചതിന് ശേഷം അദ്ദേഹം കോൺഗ്രസിനോട് ചേർന്ന് പ്രവർത്തിച്ചു. പക്ഷെ പിന്നീട് അദ്ദേഹത്തിന് തോന്നി ഈ രാഷ്ട്രീയമായി ഇന്ത്യ എന്തായാലും സ്വതന്ത്രമാകും, പക്ഷേ രാജ്യത്തിന് സർവൈവ് ചെയ്യണമെങ്കിൽ നമ്മളെ പോലൊരു രാജ്യം 1000 വർഷത്തോളം വൈദേശിക ശക്തികൾ കീഴടക്കിയത് എന്തുകൊണ്ട്? ഈ ചോദ്യമാണ് ഒരു മെഡിക്കൽ ഡോക്ടർ, മെഡിസിൻ പഠിച്ച ഒരാൾ, അദ്ദേഹം ഒരു സമൂഹത്തിൻ്റെ പ്രതിരോധ ശേഷിയെക്കുറിച്ചാണ് കൂടെ ചിന്തിച്ചു. അപ്പോൾ മെഡിസിൻ പഠിക്കുമ്പോൾ നമ്മൾ സാധാരണ ഒരു രോഗം വരുന്നത് നിങ്ങളുടെ ഇമ്മ്യൂണിറ്റി പവർ നഷ്ടപ്പെടുമ്പോഴാണ്. ഒരു സമൂഹത്തിൻ്റെ ഇമ്മ്യൂണിറ്റി പവർ നഷ്ടപ്പെടുമ്പോഴാണ് മറ്റ് അയൽക്കാരൻ അവനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുന്നത്. കരുത്തുറ്റ രാജ്യത്തെ ആരും കീഴടക്കില്ല. അപ്പോൾ രാജ്യത്തിൻ്റെ കരുത്ത് എങ്ങനെയാണ് ശോഷിച്ചു പോയത്, എങ്ങനെയാണ് ഇവർക്ക് കീഴ്പ്പെടുത്താൻ കഴിഞ്ഞത്, ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ ചിന്ത. അപ്പോൾ അതിന് അദ്ദേഹം കണ്ടത് ഈ നമ്മളുടെ വിഭാഗീയത, മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ, മതത്തെക്കാളുപരി ജാതിയുടെ പേരിൽ പ്രാദേശികമായിട്ട് അങ്ങനെ പലതരത്തിലുള്ള വിഭാഗീയതയും, നമുക്കതിന് ഒരുപാട് വൈദേശിക ശക്തികൾ അതിൽ ഖിൽജിയും ഗസ്നിയും ഗോറിയും തുടങ്ങിയിട്ട് തുഗ്ലക്കും, അതുപോലെ മുഗളന്മാരും പിന്നീട് ബ്രിട്ടീഷുകാരും പോർച്ചുഗീസുകാരും ഫ്രഞ്ചുകാരും ഒക്കെ നമ്മളെ ഭരിച്ചു. അപ്പോൾ ഇതിനൊക്കെ കാരണമായ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ സ്വാതന്ത്ര്യ സമരം വരുന്നതും. നാളെ സ്വാതന്ത്ര്യമായി കഴിഞ്ഞാൽ വീണ്ടും ജനങ്ങൾ സുശക്തരായി നിൽക്കുമോ, അവർക്കൊരു ഏകതാഭാവം ഉണ്ടാകുമോ, അതോ വീണ്ടും രാജ്യം ബ്രിട്ടീഷുകാരും ഒക്കെ അന്ന് പ്രവേശിച്ചതുപോലെ വീണ്ടും ഛിന്ന ഭിന്നമായി വിവിധ രാജ്യങ്ങളായി മാറുമോ എന്നുള്ള ഒരു ഡൗട്ട് അദ്ദേഹത്തിനുണ്ടായിരുന്നു. അപ്പം വേണ്ടത് എന്തായാലും രാജ്യം സ്വതന്ത്രമാകും, കോൺഗ്രസ് അതിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് മാറിയിട്ട് സാമൂഹികമായി ജനങ്ങളെ ശാക്തീകരിക്കുന്ന തരത്തിലേക്ക്, മാനസികമായി ജനങ്ങൾക്ക് രാഷ്ട്രത്തോട് കൂറുണ്ടാകുന്ന തരത്തിലേക്ക്, അതൊരു മാസ് സംഘടനയായിട്ടല്ല, ഒരു വോളണ്ടിയർ സംഘടനയായിട്ട് അത് രാജ്യത്തിൻ്റെ എല്ലാ ഗ്രാമങ്ങളിലും ദേശസ്നേഹത്തിൻ്റെ അലകൾ ഉയർത്തി ആ തരത്തിൽ ജനങ്ങളെ മാനസികമായി തൻ്റെ ഇടമുള്ള ഐക്യത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് ആണ് ഈ സംഘടന അദ്ദേഹം രൂപീകരിക്കുന്നത്.
അപ്പം നമ്മൾ സ്വാതന്ത്ര്യം കഴിയുമ്പോഴത്തേക്കും നമ്മൾ അത് വേറൊരു വിഷയം നമുക്ക് ചർച്ച ചെയ്യണം. അപ്പം RSSനെ ഗാന്ധിമതവുമായിട്ട് ലിങ്ക് ചെയ്യുകയും നിരോധിക്കുകയൊക്കെ ചെയ്തിട്ട് വിവാദങ്ങളിലൂടെയാണ് ഇന്ത്യയിൽ RSSനെ ജനങ്ങൾ അറിയുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഗാന്ധിമതത്തിൽ RSSന് ഒരു പങ്കുമില്ലായിരുന്നെങ്കിലും അങ്ങനെ ഒരു കാഴ്ചപ്പാടിലൂടെ ആണ് നമ്മൾ ചർച്ചകളൊക്കെ മുന്നോട്ട് പോയത്. പിന്നീട് സ്വാതന്ത്ര്യം ലഭിച്ചു, നമ്മുടെ രാഷ്ട്രം വളരെ സുശക്തമായി മുന്നോട്ട് വരികയും RSSും അതനുസരിച്ച് വളരുകയും ചെയ്തു. 1925 കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും തുടങ്ങുന്നത്. പക്ഷേ RSS വളരെയധികം മുന്നോട്ട് വന്നു. അപ്പോൾ ഈ കാലഘട്ടത്തിലൊന്നും RSS അങ്ങനെ മാധ്യമങ്ങളിൽ വരികയോ വിമർശനങ്ങൾക്ക് വിധേയമാവുകയോ ഒന്നും ചെയ്തിരുന്നില്ല. പക്ഷേ അടിയന്തരാവസ്ഥ കഴിയുമ്പോഴാണ് RSS കൂടുതൽ ശ്രദ്ധേയമാകുന്നത്. കാരണം അടിയന്തരാവസ്ഥയിൽ ഏറ്റവും കൂടുതൽ മിസ തടവുകാർ അത് ജയിലിലടയ്ക്കപ്പെട്ടത് കൂടുതൽ RSSകാരായിരുന്നു. അപ്പോൾ ഇന്ദിരാഗാന്ധി RSSനെ നിരോധിക്കുകയും ചെയ്തു. അപ്പോൾ അതിനുശേഷം ജനതാ പാർട്ടി അധികാരത്തിൽ വന്നതിന് ശേഷമാണ് RSS മുഖ്യധാരയിലേക്ക് വരികയും മാധ്യമങ്ങളുടെ ചർച്ച ചെയ്യപ്പെടുന്നത്. അപ്പം ജനതാ ഗവൺമെൻറ് അധികാരത്തിൽ വരുമ്പോഴാണ് നമുക്ക് ഡ്യുവൽ മെമ്പർഷിപ്പ്. അപ്പം ജനതാ പാർട്ടിയിലുള്ളവർ RSSൽ പോകാൻ പാടില്ല എന്നുള്ള വിഷയത്തിലാണ് അവസാനം ജനതാ പാർട്ടി ഗവൺമെൻറ് പുറത്തു പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നു. 80 BJP രൂപം കൊള്ളുന്നു. അപ്പം അതിനുശേഷമാണ് പിന്നീട് നമ്മൾ 89 BJP പാർലമെന്റിലേക്ക് അന്ന് മുതലാണ് ഒരു വളർച്ച കാണുന്നത്. അതെ, അത് അടിയന്തരാവസ്ഥ കഴിയുമ്പോഴാണ് RSSന്റെ വളർച്ച ദേശവ്യാപകമായി വരുന്നത്. കാരണം ഏറ്റവും കൂടുതൽ അടിയന്തരാവസ്ഥക്കെതിരായ സമരത്തിലും ജയിലിലും പോയത് RSSകാരായിരുന്നു. അപ്പോൾ ഗവൺമെന്റിന്റെ കണ്ണിലെ കരടായിരുന്നു RSS ആ കാലഘട്ടത്തിൽ. പിന്നീട് നമ്മൾ കാണുന്നത് BJPയുടെ ഗ്രോത്ത് 89 ഇതിനിടയിലാണ് രാമജന്മഭൂമി വിഷയങ്ങളൊക്കെ ഉണ്ടാകുന്നു. പാർലമെന്റിൽ BJP 86 അംഗങ്ങളുള്ള പാർട്ടിയായിട്ട് 1989 വന്നു. അതിനുശേഷമാണ് നമ്മുടെ മാധ്യമ ചർച്ചകളിലും സംവാദങ്ങളിലൊക്കെ RSS കടന്നു വരാൻ കാരണം. അതിനു മുമ്പ് കാര്യമായി ശ്രദ്ധയിട്ടില്ല. അപ്പം ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല, RSSനെ ആരും അങ്ങനെ ചർച്ചയിൽ വന്നിരുന്നില്ല. അപ്പം ഇവിടെ നമ്മളിപ്പോൾ ചോദ്യം പറഞ്ഞത് RSS ഒരു മതേതര സംഘടനയാണ്, മതേതരത്വത്തോട് RSSന്റെ സമീപനമാണ്. അപ്പം നമ്മുടെ ഭരണഘടന രൂപീകരിക്കുമ്പോൾ ഇന്ത്യൻ ഭരണഘടനയിൽ മതേതരത്വം അല്ലെങ്കിൽ സെക്കുലറിസം എന്നൊരു വേർഡ് അംബേദ്കർ എഴുതിയ ഭരണഘടനയിലില്ല. നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ച ഭരണഘടനയിലും മതേതരത്വം എന്നൊരു വാക്ക് ഉൾക്കൊള്ളിച്ചിരുന്നില്ല. അതിൻ്റെ പ്രധാന കാരണം ഇന്ത്യയുടെ സംസ്കാരം എന്ന് പറയുന്നത് സർവധർമ്മ സമഭാവന, എല്ലാ വിശ്വാസങ്ങൾക്കും ചിന്തകൾക്കും ഉള്ള സ്വാതന്ത്ര്യം നമ്മുടെ നാട്ടിലുണ്ട്. അത് മതേതരത്വം എന്ന് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. നമ്മൾ മധുരമുള്ള പഞ്ചസാര എന്ന് പറയില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഭാരതത്തെ മതേതരത്വം എന്ന് പറയുന്നത് ഒരു അധികപ്പറ്റെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അതുകൊണ്ടാണ് സാക്ഷാൽ നെഹ്റു ഉൾപ്പെടെയുള്ള ആളുകൾ നയിച്ചിരുന്ന കാലഘട്ടത്തിലൊന്നും നമ്മുടെ ഭരണഘടനയിൽ സെക്കുലറിസം എന്നുള്ളൊരു വേർഡുണ്ടായിരുന്നില്ല. അതേസമയം ഭരണഘടന സെക്കുലറിസത്തിനേക്കാളും വലിയ തരത്തിലുള്ള മതസ്വാതന്ത്ര്യമുള്ള ഒരു വ്യവസ്ഥയായി വരികയും ചെയ്തു. 1976 അടിയന്തരാവസ്ഥയുടെ മറവിൽ 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് സെക്കുലറിസം എന്നുള്ളൊരു വേർഡ് ഭരണഘടനയിൽ എഴുതി ചേർക്കുന്നത്. യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യത്ത് വർഗീയത കൂടുതലുണ്ടാകുന്നത് ഈ സെക്കുലറിസം എന്നുള്ള വേർഡ് ഭരണഘടനയിൽ എഴുതി ചേർത്തതിന് ശേഷമാണ്, 76 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ. അപ്പോൾ ആ തരത്തിൽ അത് നമ്മുടെ ഭരണഘടനയുടെ ആമുഖത്തിൽ തന്നെ ഈ മാറ്റം വരുത്തി. അപ്പോൾ അതിനുശേഷമാണ് ഈ വിഷയം നമ്മൾ കൂടുതൽ ചർച്ച ചെയ്യുമ്പോൾ കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച മതേതരത്വം എന്നുള്ളൊരു പുതിയ ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ സംവാദങ്ങൾക്ക് വരുന്നൊരു വിഷയമായി. അപ്പോൾ ഈ മതേതരത്വം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് മതേതരത്വം ഒറിജിനേറ്റ് ചെയ്യുന്നത്? അപ്പം യൂറോപ്യൻ സമൂഹത്തിൽ AD 5 മുതൽ AD 15 നൂറ്റാണ്ട് ഏതാണ്ട് 1000 വർഷം യൂറോപ്പ് മതാന്ധതയുടെ ക്രിസ്ത്യൻ മത ഭരണകൂടമാണ്. അവിടുത്തെ പോപ്പിൻ്റെ കീഴിലാണ് രാജാക്കന്മാർ. അപ്പോൾ അതിനെതിരായിട്ട് യൂറോപ്പിലുണ്ടായ ഒരു ബൗദ്ധികമായും മതപരമായുമുള്ള റവല്യൂഷൻ 15-16 നൂറ്റാണ്ടിൽ 14 നൂറ്റാണ്ടിന് ശേഷം ഉണ്ടായ അതാണ് നമ്മൾ റിനൈസൻസ് എന്നും റിഫർമേഷൻ എന്നും പറയുക. അപ്പോൾ ആ കാലഘട്ടത്തിൽ ആ റിനൈസൻസിൻ്റെ ഭാഗമായിട്ട് വരുമ്പോഴാണ് ഈ സെക്കുലറിസം എന്നുള്ളൊരു വേർഡ് രൂപപ്പെടുന്നത്. അതായത് ഭരണകൂടത്തിൽ നിന്ന് മതം, അതായത് പോപ്പ്, അതായത് ക്രിസ്ത്യൻ മത നേതൃത്വം ഭരണകൂടത്തിൽ നിന്ന് പൂർണ്ണമായിട്ടും മാറി നിൽക്കുന്ന ഒരു വ്യവസ്ഥയാണ് യൂറോപ്പിൽ ഈ റിഫർമേഷൻ്റെ കാലഘട്ടത്തിൽ, റിനൈസൻസിൻ്റെ കാലഘട്ടത്തിൽ രൂപപ്പെട്ട മതേതരത്വം എന്നുള്ള സെക്കുലറിസം എന്നുള്ള ആശയം. അപ്പോൾ അങ്ങനെ 1648 ഇത് നമ്മൾ 13 ഇയേഴ്സ് വാർ കഴിഞ്ഞതിന് ശേഷം ഉണ്ടാകുന്ന കരാറിലും ഈ വെസ്റ്റ്ഫേലിയ കരാറിലും ഈ വേർഡ് ഉൾക്കൊള്ളിക്കുക. അതായത് മതത്തെ രാഷ്ട്രീയത്തിൽ നിന്ന് പൂർണ്ണമായിട്ടും അകറ്റി, അതായത് പോപ്പിൻ്റെ കൈകടത്തൽ രാഷ്ട്രഭരണത്തിൽ ഉണ്ടാകാത്ത വ്യവസ്ഥയാണ് അവിടെ മതേതരത്വം കൊണ്ട് ഉദ്ദേശിച്ചത്.
അപ്പം നമ്മുടെ രാജ്യത്ത് ആ തരത്തിലുള്ളൊരു കോൺസെപ്റ്റ് ഇല്ല. രണ്ടാമത് ഹിന്ദു മതം എന്നൊരു മതമില്ല. ഇന്ത്യയിൽ ഹിന്ദു മതം എന്നൊരു മതം പിന്നീട് നമ്മൾ പിൽക്കാലത്ത് മറ്റ് സംഘടിത മതങ്ങൾ ശക്തമാകുകയും നമ്മുടെ സെൻസസ് രൂപപ്പെടുമ്പോൾ അതിൽ പെടാത്ത സനാതന ധർമ്മത്തിൽ വിശ്വസിച്ചിരുന്ന ആളുകളെ ഹിന്ദു മതം എന്നുള്ളൊരു കോൺസെപ്റ്റ് കൊണ്ടുവരാണ്. നമ്മൾ ഉദാഹരണത്തിന് ഇന്ത്യയിലെ ഒരു ലിറ്ററേച്ചറിലും ഭാരതീയമായ ഒരു ലിറ്ററേച്ചറിൽ ഹിന്ദു എന്നുള്ളൊരു വാക്കില്ല. പുരാണങ്ങളിൽ അത് നമ്മുടെ ഇതിഹാസങ്ങളിലോ അല്ലെങ്കിൽ നമുക്ക് ഉപനിഷത്തുകളിലോ വേദങ്ങളിലോ ഒരിടത്തും ഹിന്ദു എന്നൊരു വാക്കില്ല. നമ്മുടെ ഈ വിശ്വാസ പ്രമാണങ്ങളുടെ ആകത്തുകയായിട്ട് നമുക്ക് പറയുന്നത് സനാതന ധർമ്മം എന്നുള്ളതാണ്. അത് ഓരോരുത്തർക്കും അവനവൻ്റെതായ വിശ്വാസ പ്രമാണങ്ങളുണ്ടാവാം, പൊതുവായ മൂല്യബോധവും നമുക്കുണ്ട്. അപ്പം ധർമ്മമാണ്, അതായത് രാജാവിൻ്റെ ധർമ്മമുണ്ട്, പ്രജകളുടെ ധർമ്മമുണ്ട്. ഓരോ മേഖലയിൽ അച്ഛനും മക്കൾക്കുമൊക്കെ അവനവൻ്റെ മേഖലയിൽ അവൻ അനുഷ്ഠിക്കേണ്ട അവൻ്റെ കടമയും അവൻ്റെ ഉത്തരവാദിത്വം രണ്ടും കൂടെയാണ്. അവൻ്റെ അവകാശവും കടമയും കൂടെ ചേർന്നൊരു മിക്സഡ് ഫോമാണ് നമ്മുടെ ധർമ്മം എന്ന് പറയുന്നത്. അതിന് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ഇല്ല. ഈ ധർമ്മം എന്നുള്ള വേർഡ് ഇംഗ്ലീഷിലും ധർമ്മം എന്ന് തന്നെ നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ കഴിയുള്ളൂ. കാരണം അതിന് ആ ഒരു അർത്ഥമാണുള്ളത്. അപ്പോൾ ഞാൻ എൻ്റെ ധർമ്മം അനുസരിച്ച് ജീവിക്കുമ്പോൾ എൻ്റെ അവകാശങ്ങളും എൻ്റെ ഉത്തരവാദിത്വവും കമ്പൈൻഡ് ആയിട്ടുള്ളൊരു കോൺസെപ്റ്റാണ് അത്. അപ്പോൾ ആ ഹിന്ദു ധർമ്മം എന്ന് പറയുമ്പോൾ നമ്മൾ സനാതന ധർമ്മത്തിൻ്റെ വിശ്വാസികളെ പിന്നീട് ഹിന്ദു മതം എന്നുള്ള തരത്തിൽ നമ്മൾ പറയാൻ തുടങ്ങി. അങ്ങനെയാണ് നമ്മൾ ഹിന്ദു മതത്തെ നമ്മൾ മതം എന്നുള്ള തരത്തിൽ കൊണ്ടുവരുന്നത്. കാരണം മതത്തിൻ്റെ വ്യാഖ്യാനത്തിൽ അനിവാര്യമായി വേണ്ട ഒരു താത്വിക ഗ്രന്ഥമോ ഒരു ആചാര്യനോ ഒരു അനുഷ്ഠാന പദ്ധതിയോ ഹിന്ദുക്കൾക്കില്ല. ഹിന്ദുക്കൾക്ക് 10,000-കണക്കിന് ദൈവങ്ങളും 10,000-കണക്കിന് ആചാര സംഹിതകളും 10,000-കണക്കിന് പുണ്യഗ്രന്ഥങ്ങളുമുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ മതം എന്നുള്ള ചട്ടക്കൂടിൽ ഒതുങ്ങുന്നില്ല. അപ്പം രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ കാഴ്ചപ്പാട് എന്ന് പറയുന്നത് സർവധർമ്മ സമഭാവനയാണ്. അത് മതേതരത്തെക്കാളും വളരെ ഉയർന്ന സങ്കല്പമാണ്. അപ്പം എല്ലാ മതവിശ്വാസികൾക്കും അവരവരുടേതായ ആചാരങ്ങൾ അനുഷ്ഠിക്കാനുള്ള സ്വാതന്ത്ര്യം. അത് കേവലം മുസ്ലിം, ക്രിസ്ത്യൻ, സിഖ്, പാഴ്സി എന്നുള്ള തലത്തിലല്ല. വ്യക്തികൾ ഇപ്പം നമ്മളിൽ തന്നെ ഹിന്ദുക്കളിൽ തന്നെ ചാർവാക മതത്തിൽ വിശ്വസിച്ച ആൾക്കാരുണ്ട്. പലതരത്തിൽ ഏറ്റവും കൂടുതൽ മതങ്ങളുടെ ഉൽപ്പത്തി ഈ ഭാരതത്തിലാണ് ഉണ്ടായത്. അല്ല, ഈ RSSന്റെ ഒരു തീവ്ര ഹിന്ദുത്വ നയം അങ്ങനെ ഉണ്ടോ? അല്ല, ഈ ഹിന്ദുത്വത്തിന് ഒരിക്കലും തീവ്രത വരില്ല. കാരണം എന്താ വെച്ചാൽ തീവ്രത വരണമെങ്കിൽ നിങ്ങൾക്കൊരു ഫണ്ടമെന്റൽ ടെക്സ്റ്റ് വേണം. മൗലികമായ വാദം എന്നുള്ളതാണ് തീവ്രത കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഹിന്ദു സമൂഹത്തിന് മൗലികമായ ഏതെങ്കിലും ഗ്രന്ഥമുണ്ടോ? ഒരു ബൈബിളോ ഖുറാനോ പോലെ നമുക്ക് എടുത്തു കാണിക്കത്തക്ക ഏത് മൗലിക ഗ്രന്ഥമാണുള്ളത്? അപ്പം പലതരം രാമായണങ്ങളുണ്ട്. തുളസീദാസ രാമായണവും കമ്പരാമായണമുണ്ട്. നമ്മൾ എഴുത്തച്ഛൻ്റെ രാമായണം നമ്മൾക്ക് ഒരുപാട് വ്യത്യാസമുണ്ട്. വാൽമീകി രാമായണത്തിൽ നിന്ന് ഒരുപാട് വ്യത്യാസമുണ്ട് തുളസീദാസ രാമായണത്തിൽ വരുമ്പോഴത്തേക്കും. അപ്പോൾ നമ്മൾ അങ്ങനെ നോക്കുമ്പോഴേക്കും നമുക്ക് മൗലിക ഗ്രന്ഥം തന്നെ ഇല്ല. പിന്നെ നിങ്ങൾ മൗലികവാദിയാകണമെങ്കിൽ നിങ്ങൾക്ക് മൗലികമായ ഒരു ആശയം ഉണ്ടാവണം. നമുക്കുള്ളത് മൗലിക ധർമ്മങ്ങളാണ്. അപ്പം ധർമ്മം എന്ന് പറയുന്നത് അങ്ങനെ നമുക്ക് ഒരു ഫനാൻറ്റിക്കായിട്ട് ഉപയോഗിക്കുന്ന കാര്യമില്ല. അത് പ്രകൃതിയെ അനുസരിച്ച് പോകുന്ന യഥാവിധി ഓരോരുത്തരും അവനവൻ്റെ ധർമ്മങ്ങളും അവൻ്റെ കർമ്മങ്ങളും അനുഷ്ഠിക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ ഈ ജനറലായിട്ട് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഇന്ത്യയുടെ ഭാരതത്തിൻ്റെ ഒരു കാഴ്ചപ്പാട്. അതുകൊണ്ട് തന്നെ മൗലികവാദത്തിന് ഇവിടെ സ്കോപ്പില്ല, മൗലിക ഗ്രന്ഥമില്ല. അതാണ് ഏറ്റവും വലിയ. ഇപ്പോൾ ഒരു ഹിന്ദു മൗലികവാദി ആകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എനിക്ക് അനുസരിക്കാനുള്ള ഏത് ഗ്രന്ഥമാണുള്ളത്? ഇപ്പം ഞാനൊരു ഇസ്ലാമിക മതമൗലികവാദി ആവണമെങ്കിൽ എനിക്ക് അവരുടെ മതഗ്രന്ഥമുണ്ട്, ഖുറാനുണ്ട്. എനിക്ക് ക്രിസ്ത്യൻ മതമൗലികവാദി ആവണമെങ്കിൽ എനിക്ക് ബൈബിളുണ്ട്. ഹിന്ദു മതമൗലികവാദി ആവാൻ ഞാൻ ഏത് ഗ്രന്ഥമാണ് എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ളത്? ഏതെങ്കിലും ഗ്രന്ഥമുണ്ടോ? അങ്ങനെ വരുമ്പം ഹിന്ദു മതമൗലികവാദം എന്നുള്ള കോൺസെപ്റ്റും ഇത് അവിടെ വരുന്നില്ല, തീവ്രവാദവും വരുന്നില്ല. RSS രൂപീകരിക്കുന്നത് രാഷ്ട്രത്തിൻ്റെ ഏകീകരിക്കാൻ. കാരണം രാഷ്ട്രം എന്ന് പറഞ്ഞാൽ അന്നത്തെ നമ്മുടെ രാഷ്ട്ര ശരീരം എന്ന് പറയുന്നത് ഹിന്ദു സമൂഹത്തിൻ്റെ ഒരു ക്യാൻസറസ് ആയിട്ടുള്ള ഒരു അവസ്ഥയാണ് ജാതികൾ, ഉപജാതികൾ. ഇതിൽ നമ്മുടെ ഒരു പുണ്യഗ്രന്ഥങ്ങളിലോ വേദങ്ങളിലോ ഒന്നും തന്നെ ജാതിയുടെ ഉൽപ്പത്തിയില്ല. നമ്മുടെ സോഷ്യോളജിക്കലായിട്ടുള്ള ആന്ത്രോപോളജിക്കലായിട്ടുള്ള സ്റ്റഡിയിലും ജാതികൾ നമുക്കൊരു റേസ് അല്ല ജാതി എന്ന് പറയുന്നത്. നമുക്കിപ്പോൾ ഇത് സ്വാമി വിവേകാനന്ദൻ ഈ വിഷയം ഉന്നയിച്ചിട്ടുണ്ട്. ഒരു ആൾക്കൂട്ടത്തിൽ ഇരിക്കുന്നത് ഇപ്പം നിങ്ങളുടെ ജാതി എന്താണെന്ന് എനിക്കറിയാൻ പറ്റില്ല. റേസ് ആകുമ്പോൾ ഉദാഹരണത്തിന് ഒരു ബ്ലാക്കും വൈറ്റും ഇരിക്കുമ്പോൾ ഇവൻ ആഫ്രിക്കക്കാരനാണ് അല്ലെങ്കിൽ അറബിയാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. നമ്മൾ ഒരേ രീതിയിൽ, അതായത് നമ്മുടെ സിനിമയിൽ നമുക്കറിയില്ല, പല നടന്മാരും അവർ സന്യാസിയായിട്ട് അഭിനയിക്കാറുണ്ട്, പോലീസ് ഓഫീസറായിട്ട് മത്സരിക്കാറുണ്ട്. അപ്പോൾ ഒരേ ശരീരത്തിൽ പല തരത്തിൽ അവർക്ക് വരാൻ പറ്റും. അതേസമയം നമുക്ക് ഒരു
കറുത്ത വർഗ്ഗക്കാരൻ ആ തരത്തിൽ ഏത് അഭിനയിച്ചാലും കറുത്ത വർഗ്ഗക്കാരനായിരിക്കും. ഇവിടെ അങ്ങനെയല്ല. അപ്പം അതുകൊണ്ട് നമ്മൾ റേഷ്യലി നമ്മൾ ഒന്നാണ്. പക്ഷേ നമ്മുടെ കാലക്രമേണ നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ ഒരുപാട് ജാതികൾ, മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് പറയാൻ പിന്നോക്ക ജാതി 3500-ലധികം ജാതികളുണ്ട്. കേരളത്തിലെ SC/ST രണ്ടും തന്നെ 128 ജാതി സെൻസസിൽ ജാതി കൊടുത്തിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ജാതി ഘടന ഇന്ത്യയിൽ വന്ന ഒരു സാമൂഹികമായ വിപത്താണോ നല്ലതാണോ ചീത്തയാണോ എന്നുള്ളത് മറ്റൊരു വിഷയം. അപ്പോൾ RSSനെ സംബന്ധിച്ചിടത്തോളം മതവിശ്വാസം, വ്യക്തിയുടെ വിശ്വാസവും RSSന്റെ പ്രവർത്തനവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അത് സ്വകാര്യമായ ഒരു അവകാശമാണ്. അത് അമ്പലത്തിൽ പോകുന്നവനും പോകാത്തവനും ഒരുപോലെയുള്ള അവകാശങ്ങളുണ്ട്. പക്ഷേ RSS എതിർത്തത് മതത്തിന്റെ പേരിലുള്ള വിഭാഗീയതയാണ്. മതത്തിന്റെ പേരിൽ രാഷ്ട്രമുണ്ടാകണം എന്ന് ആരെങ്കിലും വാദിക്കുമ്പോൾ RSS എതിർക്കും. മതത്തിന്റെ പേരിൽ മതപരിവർത്തനം നടത്താൻ വരുന്നവരെ RSS എതിർക്കും. അത് മതേതരത്തിനെതിരായത് കൊണ്ടല്ല, അത് ഹിന്ദു സമൂഹത്തിനെതിരായ ആക്രമണമാണ്. അത് ഹിന്ദു സംസ്കാരത്തിനെതിരായ ആക്രമണം. അപ്പോൾ RSS എന്ന് പറയുന്നത്, RSSന്റെ മൗലിക പ്രമാണം എന്ന് പറയുന്നത് ഹിന്ദു സംസ്കാരമാണ്. അത് ഒരു ടെക്സ്റ്റ് ബുക്കിൽ കൊണ്ടുവരാൻ കഴിയുകയോ എഴുതപ്പെടാനോ നിങ്ങൾക്ക് കഴിയില്ല. ഹിന്ദു സംസ്കാരത്തെ അത് ആയിരക്കണക്കിന് വർഷങ്ങളായി ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു സാംസ്കാരിക ഭൂമികയാണ് ഹിന്ദു സംസ്കാരം. ആ ഹിന്ദു സംസ്കാരത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നാണ് RSS അതിൻ്റെ കർമ്മപദ്ധതികൾ ആവിഷ്കരിക്കുന്നത്. അത് നമ്മുടെ രാഷ്ട്രത്തെ പരംവൈഭവത്തിലേക്ക്, ഏറ്റവും ഉയർന്ന തലത്തിലേക്ക്, ലോകത്തിന് മാതൃകയാകുന്ന തരത്തിൽ, ലോകത്തിന് ഒരു തരത്തിലുമുള്ള അപ്രിയമായ കാര്യങ്ങൾ ചെയ്യാത്തൊരു രാജ്യം, സമാധാനകാംക്ഷിയായ കരുത്തുറ്റ രാജ്യമാണ്. സമാധാനകാംക്ഷി മാത്രമല്ല നമ്മൾ ഗാന്ധിയൻ കാഴ്ചപ്പാടിൽ നമ്മൾ സമാധാനകാംക്ഷിയാണ്. RSSന്റെ കാഴ്ചപ്പാടിൽ നമ്മൾ കരുത്തുറ്റവനായിരിക്കും, പക്ഷേ സമാധാനകാംക്ഷിയായിരിക്കും. അതായത് സ്വയം, കാരണം നമ്മൾ ചരിത്രത്തിൽ നിന്ന് പഠിച്ചതാണ്, 1000 വർഷം നമ്മൾ അടിമത്തത്തിലാണ്ട് പോയതിൻ്റെ പ്രധാന കാരണം നമ്മൾ ശക്തിക്ക് പ്രാധാന്യം കൊടുത്തില്ല. അപ്പം നമുക്ക് സമാധാനം കാത്തു സൂക്ഷിക്കണമെങ്കിൽ നമ്മൾ ശക്തിയുള്ള സമൂഹമാകണം. വ്യക്തിക്കും അങ്ങനെ തന്നെയാണ്. നല്ല ശക്തിയുള്ള ആരോഗ്യമുള്ള ബോഡിയിലാണ് നമുക്ക് നല്ല ചിന്തയും നല്ല പ്രവർത്തനവും സമൂഹത്തിന് ഗുണകരമാകാം. അപ്പം രാഷ്ട്രീയ മാതൃത്വത്തിൽ തന്നെയാണ്. അപ്പം മതേതരത്തെക്കുറിച്ചുള്ള RSSന്റെ കാഴ്ചപ്പാട് ഇപ്പം മുസ്ലിം മതത്തിനോ ക്രിസ്തു മതത്തിനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മതത്തിന് RSS എതിരല്ല. സർവധർമ്മ സമഭാവന എന്നുള്ള കാഴ്ചപ്പാടിൽ എല്ലാ മതങ്ങൾക്കും അവരവരുടെ ആചാര പ്രമാണങ്ങൾ അനുസരിച്ച് പാലിക്കാനും, എന്നാൽ മറ്റുള്ളവരിലേക്ക് അത് നമ്മൾ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുമ്പോഴും നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. അപ്പോൾ അതൊരു. രണ്ടാമത്, ഒരു രാഷ്ട്രത്തിൻ്റെയും അടിസ്ഥാന ശില മതമാകരുത് എന്ന് വിശ്വസിക്കുന്നതാണ് RSSന്റെ കാഴ്ചപ്പാട്. അങ്ങനെ ഒരു കാഴ്ചപ്പാടുണ്ട്. അതെ, ഭാരതത്തിന്റെ അടിസ്ഥാന ശില ഭാരതത്തിന്റെ സംസ്കാരമാണ്. അത് നമ്മൾ ഹിന്ദു സംസ്കാരം എന്ന് നമ്മൾ പിന്നീട് നമ്മൾ സനാതന സംസ്കാരം എന്ന് പറയുന്നതാണ് യഥാർത്ഥത്തിൽ അതിനോട് കാണിക്കുന്ന കാര്യത്തിലാണ് RSSനെ പലരും തെറ്റിദ്ധരിച്ചു. അല്ല, RSSന്റെ ഒരു പ്രത്യേകത, RSSനെ കുറിച്ച് നമ്മൾ അറിയുന്നതെല്ലാം RSSനെതിരായ വിമർശനങ്ങളാണ്. ഇപ്പൊ കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ RSSന് അനുകൂലമായ ഒരു ലേഖനവും ഞാൻ ഇതുവരെ വായിച്ചിട്ടില്ല. RSSന്റെ നേതൃത്വം അതിനെക്കുറിച്ച് വലിയ വറീഡും അല്ല. പക്ഷേ RSS വളരുന്നത് വളരെ പതുക്കെ ജനങ്ങളിലൂടെയാണ്. ജനങ്ങളിലൂടെ സൈലൻ്റായിട്ട് ജനങ്ങളിൽ വിശ്വാസം ആർജിച്ചാണ് വളരുന്നത്. അതുകൊണ്ടാണ് RSS വളരെ പതുക്കെയാണ് വളരുന്നത്. പക്ഷേ എവിടെയെങ്കിലും RSS വളർന്നിട്ട് താഴോട്ട് പോയിട്ടില്ല. ഇപ്പം BJPക്കുള്ളൊരു പ്രത്യേകത, BJP RSSന്റെ പിന്തുണ, RSSന്റെ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് പിൽക്കാലത്ത് RSS സമസ്ത മേഖലയിലും RSSകാരുടെ പ്രസ്ഥാനങ്ങൾ ഇന്ന് കാണാം. അത് ഭാരതീയ ജനസംഘം ആദ്യം രൂപം കൊള്ളുന്നത് അഖില ഭാരതീയ വിദ്യാർത്ഥി സംഘടന, വിദ്യാർത്ഥി പരിഷത്തായിരുന്നു. പിന്നീട് ഭാരതീയ ജനസംഘം രൂപപ്പെട്ടു, അല്ലെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടി. അപ്പം നമ്മൾ പൊതുവെ രാഷ്ട്രീയ മണ്ഡലമായിരിക്കും ശ്രദ്ധിക്കുക. അത് വനവാസി മേഖലയിൽ ഇന്ന് തൊഴിലാളി BMS എന്നുള്ള സംഘടന ഇന്ത്യയിലെ തൊഴിലാളികൾ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സംഘടന. അപ്പം ആ തരത്തിൽ ഇന്ത്യ മുഴുവനും ജീവിതത്തിൻ്റെ സമസ്ത മേഖലയിലും RSSന്റെ ആശയങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള സംഘടനകളും വ്യക്തികളും പ്രവർത്തിക്കുന്നുണ്ട്. അത് സൈലൻ്റായിട്ട് മുന്നോട്ട് പോകണം. അപ്പം വിമർശനങ്ങളെ എപ്പോഴും ഒരു പോസിറ്റീവായിട്ടാണ് RSS നേതൃത്വം കാണുന്നത്. അതുകൊണ്ട് പലപ്പോഴും ഇതിനോടൊന്നും മറുപടി പറയാറില്ല. എല്ലാ വൈകുന്നേരത്തെ ചർച്ചകളിലും RSS എല്ലാ പാർട്ടിക്കാരും ഉന്നയിക്കാറുണ്ട്. പക്ഷേ RSSന്റെ പ്രതിനിധികളെ നമ്മൾ TV ചർച്ചയിൽ കാണാറില്ല. RSSന്റെ പേര് ഉന്നയിക്കുന്നത്. പക്ഷേ RSSനെതിരെ ഇതുവരെയായിട്ട് ഇടതുപക്ഷ ഗവൺമെൻറ്റോ അല്ലെങ്കിൽ കോൺഗ്രസ് ഇന്ത്യ ഭരിച്ചിട്ട് RSSനെതിരെ തീവ്രവാദ നിരോധന നിയമപ്രകാരം ഒരു കേസെടുത്തിട്ടില്ല. രാജ്യത്തിനെതിരായിട്ടുള്ള നിലപാടത്തിൻ്റെ പേരിൽ കേസെടുത്തിട്ടില്ല. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ വിമർശനങ്ങളെ നമ്മൾ പറയുന്നുള്ളൂ. ലോകത്തിൽ ഒരു രാജ്യത്തും ഒരു ഹിന്ദു സംഘടനയും തീവ്രവാദ സംഘടനയായിട്ട് കണ്ട് നിരോധിച്ചിട്ടില്ല. ഇപ്പോൾ പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും പോലും അവിടെ നിരോധിച്ചിട്ടുള്ള മുസ്ലിം സംഘടനകളാണ്, ഹിന്ദു സംഘടനകളല്ല. ഞാൻ അമേരിക്ക, ബ്രിട്ടൻ, UAE, അതുപോലെ പാകിസ്ഥാൻ, ബംഗ്ലാദേശ് ഇവരൊക്കെ നിരോധിച്ച സംഘടനകളുടെ ലിസ്റ്റ് നോക്കും, ഗൂഗിളിൽ അവൈലബിൾ ആണ്. ഒന്നിലും ഒരു ഹിന്ദു സംഘടനയും ഉണ്ടാവില്ല.
അതേസമയം ഖാലിസ്ഥാനിൻ്റെ അതായത് സിഖുമായി മതമായിട്ട് ബന്ധപ്പെട്ടുള്ള സംഘടന ഉണ്ടാവും. എന്തുകൊണ്ട് പാകിസ്ഥാനിലൊരു ഹിന്ദു സംഘടന അവർ ഒരു തീവ്രവാദി സംഘടനയായിട്ട് പ്രഖ്യാപിച്ചിട്ടില്ല? അപ്പോൾ ആ തരത്തിൽ നമ്മൾ നോക്കുമ്പോൾ RSS ഉൾക്കൊള്ളുന്ന ഒരു വിശാല മാനവികത എന്ന് പറയുന്നത് നമ്മുടെ ഭാരതത്തിൻ്റെ തനത് സംസ്കാരത്തിലൂന്നിയ ഒരു വ്യവസ്ഥിതിയിലൂടെ ആധുനിക ലോകരാഷ്ട്രത്തെ സൃഷ്ടിക്കുക എന്നുള്ളതാണ്. നിങ്ങളെ വേരുകൾ നമ്മുടെ സനാതന മൂല്യങ്ങളിലും നിങ്ങളെ ഭൗതികമായ വളർച്ച എല്ലാ ആധുനികമായ വളർച്ചയും നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ടുള്ള സമൂഹത്തിനും രാജ്യത്തിനും അത് ഈ നമ്മൾ മതങ്ങളെയും ഉൾക്കൊള്ളുന്നു. അത് നമ്മൾ രാഷ്ട്രീയക്കാരെ പോലെ മതേതരമായ പ്രകടനപരത RSS കാണിക്കേണ്ടി വരുന്നില്ല. അപ്പം ഈ ആ പ്രകടനപരത നമ്മുടെ രാജ്യത്ത് ഇലക്ട്രൽ പോളിറ്റിക്സിന് വേണ്ടി ഉപയോഗിച്ചതാണ്. അവർ കാണുന്നത് കേരളത്തിലെ മുസ്ലിമിനെ കാണുന്നത് ഒരു വോട്ട് ബാങ്ക് ആയിട്ടാണ്, ക്രിസ്ത്യാനിയെ കാണുന്നത് ഒരു വോട്ട് ബാങ്കാണ്. എന്തുകൊണ്ട് കോൺഗ്രസ് 50-55 വർഷം ഭരിച്ചിട്ട് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ സാമ്പത്തികമായും വിദ്യാഭ്യാസമായിട്ടും കേരളത്തിന് പുറത്തുള്ള ഒരു സംസ്ഥാനത്തെ മുസ്ലിങ്ങൾ ആ തരത്തിലുള്ള വളർച്ച ഉണ്ടായിട്ടില്ല? നമ്മൾ സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് വായിക്കുമ്പോഴാണ് കേരളം മാത്രമാണ് മുസ്ലിം സമൂഹത്തിന് സാമ്പത്തികമായും വിദ്യാഭ്യാസമായും വളർച്ചയുണ്ടായത്. എന്തുകൊണ്ട് കോൺഗ്രസ് മുസ്ലിം സമൂഹത്തിൻ്റെ വിദ്യാഭ്യാസ പുരോഗതിക്കോ അല്ലെങ്കിൽ അവരുടെ സാമ്പത്തിക പുരോഗതിക്കോ ഒന്നും ചെയ്യില്ല? അവരെ വോട്ട് ബാങ്കിന് മാത്രമാണ് അവർ ഊന്നൽ കൊടുത്തത്. അപ്പം RSS അതിന് പകരം കാണുന്നത് സമഗ്രമായി. അതുകൊണ്ടാണ് നമ്മുടെ കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച ഒരു പദ്ധതിയിലും അങ്ങനെ ഒരു വിവേചനം കാണില്ല. അപ്പം പ്രധാനമന്ത്രിയുടെ സ്കീമിലൂടെ വന്നിട്ടുള്ള ഒരു പദ്ധതിയിലും അങ്ങനെ ഒരു വിവേചനം കാണാത്തതിൻ്റെ പ്രധാന കാരണം മതത്തെ RSS കാണുന്നില്ല. RSSൻ്റെ കർമ്മ പദ്ധതിയിൽ സംസ്കാരത്തെയാണ് കാണുന്നത്. വിശ്വാസം എന്ന് പറയുന്നത് അവനവൻ്റെ വ്യക്തിപരമായ കാര്യമാണ്. അതിൽ ഹിന്ദുത്വം എന്ന് പറയുന്നത് ഭാരതത്തിൻ്റെ ദേശീയതയുടെ അടിത്തറ കാതലായിട്ടുള്ള ശക്തിയെ നമ്മൾ ഒരു അമേരിക്കക്കാരനും ഫ്രഞ്ചുകാരനും റഷ്യക്കാരനും എന്ന് പറയുന്നത് പോലെയാണ് ഹിന്ദുവിനെയും നമ്മൾ കാണുന്നത്. യഥാർത്ഥത്തിൽ ഹിന്ദു എന്നുള്ള വേർഡ് അങ്ങനെ തന്നെയാണ് ഉപയോഗിച്ചിരുന്നത്, ഒരു നാഷണലിസ്റ്റ് ടേമിലാണ് ഉപയോഗിച്ചിരുന്നത്. പിന്നീടാണ് അത് മതത്തിൻ്റെ ഇതിൽ കൊണ്ടുവരുന്നത്. അത് കഴിഞ്ഞ 40-50 വർഷം കൊണ്ടാണ് അങ്ങനെ വന്നത്. ഇവ കാറൽ മാർക്സ് പോലും ഇന്ത്യയെക്കുറിച്ച് എഴുതുമ്പോൾ ഇന്ത്യ എന്നുള്ള വേർഡിലല്ല ഹിന്ദു എന്നാണ് എഴുതിയ, ഹിന്ദുസ് എന്നാണ് വേർഡാണ്. നിങ്ങൾ മാർക്സ് ഇന്ത്യയെക്കുറിച്ച് ആദ്യം എഴുതുന്ന 1857 കലാപവുമായി ബന്ധപ്പെട്ട ഒരു ലേഖനം മാർക്സ് ഓൺ ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് അത് മലയാളത്തിലും പബ്ലിഷ് ചെയ്യുന്നു. അതിൽ ഒറിജിനൽ ഇംഗ്ലീഷ് ടെക്സ്റ്റ് അത് ഹിന്ദു എന്നുള്ള വേർഡാണ് ഉപയോഗിക്കുന്നത്. അത് ഇന്ത്യയിലെ ജനങ്ങളെ മുഴുവനും അഭിസംബോധന ചെയ്താണ് ഹിന്ദു എന്നുള്ള കോൺസെപ്റ്റ് ഉപയോഗിക്കുന്നത്. ഇന്നും അങ്ങനെ തന്നെയാണ് അറബി സമൂഹങ്ങളും ഒക്കെ തന്നെ കാണുന്നത് ആ തരത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് ഈ മതേതരത്വം എന്നുള്ള ഒരു രാഷ്ട്രീയമായ അജണ്ടയിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ RSSനെ ഒരു മതത്തിനെതിരായ ഒരു സംഘടനയാണ് എന്ന് അവതരിപ്പിക്കുന്നത് വസ്തുതകൾക്കെതിരായിട്ടുള്ള ഒരു രാഷ്ട്രീയമായ ഒരു ആരോപണമാണ്. അത് ഒരർത്ഥത്തിൽ RSSൻ്റെ ഭാഗത്ത് തന്നെ ഒരു മറുപടിയും കൊടുക്കാതെ നമ്മുടെ പ്രവർത്തനത്തിലൂടെ അത് തെളിയിച്ച് കാണിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഇന്ത്യയിൽ കഴിഞ്ഞ 12 വർഷമായിട്ട് ദേശീയ തലത്തിൽ ഭൂരിപക്ഷം സംസ്ഥാനങ്ങൾ BJP ആണ് ഭരിക്കുന്നത്. BJP ഭരിച്ച സംസ്ഥാനങ്ങളൊന്നും പിന്നെ പുറകോട്ട് പോയിട്ടില്ല. അപ്പം ഇപ്പം കേരളം പോലും ഇന്ന് BJPയിൽ കൂടുതൽ സ്വീകാര്യതയിലേക്ക് വരുന്നതിൻ്റെ ഒരു കാരണം നമ്മൾ കേൾക്കുന്ന ആരോപണങ്ങളും വസ്തുതയും തമ്മിൽ ബന്ധമില്ലാത്തത് കൊണ്ടായിരിക്കാം. അതുകൊണ്ട് ഈ മതേതരത്വത്തോടുള്ള RSSൻ്റെ കാഴ്ചപ്പാടെന്ന് പറയുന്നത് മതം വ്യക്തിപരമായ ഓരോ ആളിൻ്റെയും സ്വാതന്ത്ര്യമാണ്. വിശ്വാസം എന്ന് പറയുന്നത് അവൻ്റെതായ വിശ്വാസത്തിനുള്ള അവകാശം അവനുണ്ട്. അത് രാഷ്ട്രീയത്തിലേക്ക് വലിച്ചഴയ്ക്കുമ്പോഴാണ് നമ്മൾ വിയോജിപ്പ് രേഖപ്പെടുത്തുന്നത്. അതുപോലെ തന്നെയാണ് ഒരു രാജ്യത്തിൻ്റെയും അടിത്തറ മതമാകാൻ പാടില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ഇസ്ലാം മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ പാകിസ്ഥാൻ രൂപീകരിച്ചു. പാകിസ്ഥാൻ എന്തുകൊണ്ട് ഒരു ശക്തമായ രാജ്യമായി മാറാൻ കഴിഞ്ഞു? ഏറ്റവും കൂടുതൽ സംഘർഷമുള്ള രാജ്യമാണ്. അറബ് രാജ്യങ്ങൾ ഒരേ മതമായിട്ട് തമ്മിലടിക്കുന്നുണ്ട്. അപ്പം മതം ഒരു രാജ്യത്തിൻ്റെയും അടിത്തറയല്ല. ഭാരതത്തിലെ സംസ്കാരമാണ് രാഷ്ട്രത്തിൻ്റെ അടിത്തറ എന്നുള്ള വിശ്വാസം. അപ്പം മതേതരത്വത്തെക്കാളും സർവ്വധർമ്മ സമഭാവന എന്നുള്ള ഒരു വിശാല വീക്ഷണമാണ് RSSൻ്റെ അടിസ്ഥാനശീലം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.